ഇന്ന് നിങ്ങളോട് പറയുവാൻ എൻ്റെ ഉള്ളിൽ, എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ പരിശുദ്ധാത്മാവ് എനിക്ക് ബോധ്യമാക്കി തന്ന ആത്മീക ദൂതിലേക്ക് നമ്മുടെ ശ്രദ്ധകളെ തിരിക്കാം. ആവർത്തന പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 30-ാമത്തെയും 31-ാമത്തെയും വചനം ആധാരമാക്കിയാണ് ഇന്ന് കർത്താവിൻ്റെ വചനം നിങ്ങളോട് പറയുന്നത്. ഡ്യൂട്രോണമി ചാപ്റ്റർ 1 വേഴ്സ് 30 and 31. 2 വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. വളരെ അനുഗ്രഹിക്കപ്പെട്ട 2 വചനങ്ങളാണ്. നിങ്ങളുടെ ദൈവമായ യഹോവ 29 ചേർത്ത് വായിച്ചാൽ ഇച്ചിരൂടെ ഗ്രഹിക്കുവാനിടയാകും. അപ്പോൾ ഞാൻ നിങ്ങളോട്, നിങ്ങൾ ഭ്രമിക്കരുത്, അവരെ ഭയപ്പെടുകയും അരുത്. നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളുടെ മുൻപിൽ നടക്കുന്നു. നിങ്ങൾ കാണുക, അവർ മിസ്രൈമിലും മരുഭൂമിയിലും ചെയ്തതുപോലെയൊക്കെയും നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഒരു മനുഷ്യൻ തൻ്റെ മകനെ വഹിക്കുന്നത് പോലെ നിങ്ങളെ ഈ സ്ഥലത്തെത്തുവോളം നടന്ന എല്ലാ വഴിയിലും നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളെ വഹിച്ചുവെന്ന് ഒരു മനുഷ്യൻ തൻ്റെ മകനെ വഹിക്കുന്നത് പോലെ നിങ്ങൾ ഈ സ്ഥലത്ത് എത്തുവോളം നടന്ന എല്ലാ വഴികളിലും നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളെ വഹിച്ചു എന്ന് നിങ്ങൾ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഈ വചനത്തിൻ്റെ സാഹചര്യത്തെ നിങ്ങളുടെ മനസ്സിലോട്ട് അല്പസമയം കൊണ്ട് വിവരിച്ചിട്ട് ഈ ദൂതിലേക്ക് വരാം. ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ് ഇസ്രായേൽ ജനം. ഇസ്രായേൽ ജനം മിസ്രൈം എന്ന അടിമനുഖത്തിൻ്റെ കീഴിൽ ഇരിക്കുമ്പോൾ സർവശക്തനായ ദൈവം അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ ഇവിടുന്ന് വിടുവിക്കാൻ പോകുകയാണ്. പാലും തേനും ഒഴുകുന്ന കനാൻ നാട് നിങ്ങൾക്ക് തരാം. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നമ്മൾ പഠിച്ചാൽ ദൈവം എല്ലാവരെയും വിളിക്കുമ്പോൾ വിലമതിക്കാൻ കഴിയാത്തത് തരാമെന്ന് പറഞ്ഞാൽ വിളിച്ചേ. അക്ഷരീക ഇസ്രായേലിനോട് പറഞ്ഞു കനാൻ നാട് തരാം. ആത്മിക ഇസ്രായേലിനോട് പറഞ്ഞു സ്വർഗരാജ്യം തരാം. വെറുതെ ആരെയും വിളിച്ചിട്ടില്ല, തരാമെന്ന് പറഞ്ഞാൽ വിളിച്ചത്. ഇനി നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. ഇസ്രായേൽ പല അനുഭവങ്ങളിൽ കൂടെ മുമ്പോട്ട് വന്നു. ആവർത്തന പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ പശ്ചാത്തലം വരുമ്പം നിങ്ങളൊന്ന് മനസ്സിലാക്കണം. മോശയുടെ പഞ്ചഗ്രന്ഥങ്ങളാണ് ആവർത്തന പുസ്തകത്തിൽ വരുമ്പോൾ. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം, 5 പുസ്തകങ്ങളാണ് മോശയുടെ പഞ്ചഗ്രന്ഥങ്ങൾ. അതിനകത്ത് ആവർത്തന പുസ്തകത്തിൽ നിൽക്കുകയാണ്. ഞാനൊരു ദൂതെന്ന് സാഹചര്യം ഒന്ന് പറഞ്ഞ് ഈ ദൂതൊന്ന് മനസ്സിലാക്കാനാണ് ഇതെല്ലാം പറഞ്ഞുകൊണ്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. മോശയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ മക്കൾ വിടുവിക്കപ്പെട്ടു. ഇനി ഞാൻ ബാക്കിയൊന്നും പറയാതെ ഈ ഭാഗത്തോട്ട് വരാം. നമ്മൾ ഈ അധ്യായം 1-ാം അധ്യായം പഠിക്കുമ്പോൾ പർവ്വതമുകളിൽ കയറി നിന്നേച്ച് ദൈവം മോശയോട് പറഞ്ഞു, നീ അങ്ങോട്ട് നോക്കിക്കോ, ഇതാ കനാൻ നാട്, ഇത് തരാൻ പോവുക ജനത്തിന്. പക്ഷേ ജനത്തെ വിട്ട് ഈ കനാൻ നാട് ഒറ്റുനോക്കാൻ 12 ഗോത്രത്തിൽ നിന്ന് 12 ഗോത്ര തലവന്മാരെ പറഞ്ഞു വിട്ടു. അവർ കനാൻ നാട് പോയി ഒറ്റുനോക്കി. സംഖ്യാപുസ്തകത്തിൽ അതിൻ്റെ ചരിത്രം ഉണ്ടാവുമെന്ന് ഞാൻ ഇപ്പം വിവരിക്കുന്നില്ല, അതൊന്നും അല്ല എൻ്റെ സബ്ജക്റ്റ്. അവർ തിരിച്ചു വന്നേച്ച് ശത്രുവിനെ വലിയതായിട്ട് അവർ അങ്ങോട്ട് വെളിപ്പെടുത്തി കൊടുത്തു ജനത്തിനിടയിൽ. എന്ന് പറഞ്ഞാൽ ദൈവം വാഗ്ദത്ത നാട് തന്നതാണ്, പക്ഷെ നമുക്കത് കിട്ടത്തില്ല. അവിടെ ചെന്നപ്പം ഇന്ന ശത്രുക്കൾ അവിടെ ഉണ്ട്, അതുകൊണ്ട് നമുക്കത് കിട്ടത്തില്ലെന്ന് പറഞ്ഞപ്പം മോശ എന്ന ദൈവ മനുഷ്യൻ ഇസ്രായേലിനെ കഴിഞ്ഞ നാളുകളിൽ നടത്തിയ കാര്യം അവരോട് പറയുന്നതാണ് ഈ 2 വാക്യങ്ങൾ. അവരെ ഓർപ്പിക്കുകയാണ്, നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കുക. ഇന്നലകളിൽ നിങ്ങൾ ജയിച്ചതും നിങ്ങളുടെ കഴിവ് കൊണ്ടല്ല, ദൈവം നിങ്ങളുടെ മുമ്പിൽ നടന്നതുകൊണ്ടാണ്. അതാണ് നമ്മൾ 30-ാമത്തെ വാക്യത്തിൽ വായിച്ചത്. നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളുടെ മുമ്പിൽ നടന്നു. നിങ്ങളുടെ മുൻപിൽ നടക്കുന്നു. കേട്ടോ, അപ്പൊ ഇന്നലകളിലെ നിന്റെ വിജയത്തിന്റെ രഹസ്യം നിനക്ക് രാഷ്ട്രീയ സ്വാധീനം ഉണ്ടായത് കൊണ്ടല്ല, നിനക്ക് ദൈവത്തിന് സ്തോത്രം നല്ല ആഹാരം കഴിച്ചപ്പോൾ ഉണ്ടായ പുഷ്ടിയല്ല. നിന്റെ വിജയത്തിന്റെ രഹസ്യം നീ അറിയാത്തൊരു കാര്യമുണ്ട്, നിന്റെ ദൈവം നിന്റെ മുമ്പിൽ നടന്നു. ഇനി 2-ാമത്തെ കാര്യം പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. അടുത്ത വാക്യത്തിൽ പറയുകയാണ്, ദൈവം നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും എന്ന് പറഞ്ഞ ദൈവം നിങ്ങൾക്ക് വേണ്ടി
യുദ്ധം ചെയ്യും. ഇനി അടുത്തത് പറയുകയാണ് അമ്മ, എന്നിട്ട് ഇച്ചൂരുടെ മോശ കടന്ന് പറയുകയാണ് അമ്മ, എന്താന്ന് ശ്രദ്ധിച്ച്, ഒരു മനുഷ്യൻ തൻ്റെ മകനെ വഹിക്കുന്നത് പോലെ നിങ്ങൾ ഈ സ്ഥലത്തെത്തുവോളം. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ഇന്ന് ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പല തരത്തിലുള്ള പ്രശ്നങ്ങളെ ഫേസ് ചെയ്യുന്നവർ ഇവിടെ ഉണ്ട്. ഞാൻ തുടക്കത്തിലേ പറയാം, ഒരു പ്രശ്നത്തെയും വലുതായി കാണരുത്, രോഗത്തെ വലുതായി കാണരുത്. അടുത്തിരിക്കുന്ന ആളെ തൊട്ടു പറ, രോഗത്തെ വലുതായി കാണല്ലെന്ന് പറ. ഒരു രോഗവും ഇല്ലാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ എന്ന് കൈവെക്കാവോ? ഒരു രോഗവും ഉണ്ടോ? ഒരൊറ്റ മനുഷ്യരില്ല. സ്തോത്രം. ഇനി ആരെങ്കിലും കൈവക്കിയാൽ അവനെ അടുത്ത ലാബിലൊന്ന് കൊണ്ടുപോയാൽ ആദ്യം അവൻ പിറ്റേ ആഴ്ച വന്നേച്ച് പറയും മൊത്തം അസുഖമാണെന്ന് പറയും. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം, ഇവിടെ എന്താ പറയാൻ പോകുന്നത് ശ്രദ്ധിച്ചേ. അപ്പം ഒരു രോഗത്തെയും വലുതായി കാണരുത്. ഞാൻ പണ്ട് പറഞ്ഞതാ, വീണ്ടും പറയുന്നു. ഈ ചർച്ചിനകത്ത് ഇവിടെ സ്ഥലത്തൊരു പെൺകുട്ടി പ്രാർത്ഥിക്കാനായിട്ട് വന്നു. ആ പെൺകുട്ടി പ്രാർത്ഥിക്കാൻ വന്ന കുമ്പനാടുകാരി കൊച്ചാണ്. പ്രാർത്ഥിക്കാൻ വന്നല്ലോ, സുന്ദരിയായ പെൺകുട്ടി. എനിക്ക് തോന്നുന്നു വയസ്സ് ഒരു 29-30 വയസ്സ് കാണും. നല്ല സുന്ദരിയായ പെൺകുട്ടി, മുടിയൊക്കെ ഇങ്ങനെ പറത്തിയിട്ട് മുടിക്ക് 3 കളറേകി ഇവിടെ വന്നിരിക്കുക. അപ്പം ഞാൻ ചോദിച്ചോർത്ത് ഈ പെൺകൊച്ചിനോട്, ഇടി കൊച്ചെ, മുടിക്കൊന്നും കളറിട്ടുകൊണ്ട് നടക്കരുത് എന്നൊക്കെ പറയണമെന്ന് വിചാരിച്ച് ഞാനിവിടെ നിൽക്കുമ്പോൾ അവൾ എൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കാൻ വന്നു. ഒന്ന് പറയാനായിട്ട് തുടങ്ങുന്ന സമയത്ത് താൻ ചോദിച്ചു, എന്തുവാ പ്രാർത്ഥന ആവശ്യം? പറഞ്ഞു, എനിക്കൊരു ഇച്ചിരി പ്രോബ്ലങ്ങളൊക്കെ ഉണ്ട്, പ്രാർത്ഥിക്കണം. ഞാൻ ചോദിച്ചു, എന്താ പ്രോബ്ലം? പറഞ്ഞു, ക്യാൻസർ വന്നു. ആദ്യം റൈറ്റിലെ ബ്രസ്റ്റ് എടുത്തു, പിന്നെ ക്യാൻസർ വന്നു, ലെഫ്റ്റിലെ ബ്രസ്റ്റ് എടുത്തു, കിഡ്നി പോയി. ഒരു കിഡ്നി എൻ്റെ മാറ്റിവെച്ചു. ലിവർ സിറോസിസ് വന്നു, ലിവറിൻ്റെ കുറച്ച് ഭാഗം കട്ട് ചെയ്യേണ്ടി വന്നു. പിന്നെ ദൈവത്തിന് സ്തോത്രം, വെരിക്കോസിൻ്റെ 3 ഓപ്പറേഷൻ കഴിഞ്ഞു, അപ്പൻഡിക്സ് എടുത്ത് കളഞ്ഞു. ഞാൻ പറഞ്ഞു, മതി. പിന്നെ എനിക്കൊന്നും പറയാൻ തോന്നിയില്ല. അപ്പം ഞാൻ ചോദിക്കാൻ മുമ്പേ അവൾ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, ഞാൻ ഈ കളർ മുടി കിട്ടി എന്തിനാണെന്നറിയാമോ? എന്നെ അടിമുടി നോക്കിയ രോഗിയാണെന്ന് ചിലർക്ക് മനസ്സിലാവും. അപ്പോൾ അവരെൻ്റെ മുടിയെ നോക്കി അങ്ങ് പൊക്കോളൂ, എന്നെ നോക്കത്തില്ല. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. പക്ഷേ എന്നിട്ട് അവൾ പോകാൻ നേരത്തെ എന്നോട് പറയുക, എങ്കിലും ദൈവം നടത്തുന്നു. നമുക്കൊരു കുഞ്ഞു നടുവിനുവേന വന്നപ്പോഴത്തേക്ക് നമ്മൾ നാളെ രാവിലെ അടക്കുന്ന രീതിയിലായിരിക്കുന്നത്. അങ്ങനെ ഇരിക്കരുത്. പ്രശ്നങ്ങളെ വലുതായി കാണരുത്, കടത്തെ വലുതായി കാണരുത്, തടസ്സങ്ങളെ വലുതായി കാണരുത്. അതിനേക്കാൾ വലിയത് നിനക്ക് മുമ്പിൽ നടക്കുന്ന ദൈവമാണ്. ആമീൻ പറയാൻ പറ്റുന്നവരെ പറയാവൂ. ഹല്ലേലൂയ. നീ അനുഭവിക്കുന്ന പ്രശ്നത്തെ നോക്കി ചിരിച്ചോണ്ട് പറയണം, ഞാൻ അതിനെ ജയിക്കും. ഒരു പ്രശ്നം നിനക്കുണ്ടെങ്കിൽ, ഈ മെസ്സേജ് കേട്ടോണ്ടിരിക്കുന്ന ചിലരോട് ഞാൻ പറയാം, ഒരു പ്രശ്നം നിനക്കുണ്ടെങ്കിൽ ഓർത്തോണം, ആദ്യം നിന്നോണ്ട് കഴിഞ്ഞ നാളുകളിൽ അതിനേക്കാൾ വലിയ പ്രശ്നത്തെ നീ ഫേസ് ചെയ്തത് എങ്ങനെയാണെന്ന് ഓർക്കണം. ഓർത്താൽ നിനക്ക് മനസ്സിലാകും, നീ ഒറ്റയ്ക്കല്ല പ്രശ്നം കൈകാര്യം ചെയ്യുന്നത്, ദൈവം നിന്റെ കൂടെ കാണും. ഓ ഹല്ലേലൂയ. ഇസ്രായേൽ മക്കളോട് പറയുക, അന്നൊരു പദമാണ്, ഞാൻ അതാ ഇന്ന് പ്രസംഗിക്കാൻ പോകുന്നത്. പക്ഷേ ദൈവം നടക്കുന്നു എന്ന പദത്തെ കൂടെ നിങ്ങൾക്ക് മുമ്പിൽ നടക്കുന്നു എന്ന പദത്തെ കൂടെ ഒന്ന് തൊടേണ്ട ആവശ്യമുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവിടെ എഴുതിയിരിക്കുക, നിങ്ങൾ ശ്രദ്ധിച്ച്, ഒരു മനുഷ്യൻ തൻ്റെ മകനെ വഹിക്കുന്നത് പോലെ. നിങ്ങൾ ഇനി എന്നെ നോക്കിയേ, നമ്മൾ ഈ കൊച്ചു പിള്ളേരെയൊക്കെ എടുക്കുമ്പോഴേ കണ്ടിട്ടില്ലേ, നമ്മളിങ്ങനെ എന്തെങ്കിലും വിഷയമൊക്കെ ഉണ്ടാകുമ്പോൾ അവരിങ്ങനെ വിഷമിച്ച് ഇങ്ങോട്ട് വരുമ്പം നമ്മൾ കൊച്ചിനെ എടുത്ത് നമ്മുടെ തോളയിലോട്ട് ഇടുവോ? ആരും ഇട്ടിട്ടില്ലാത്ത പോലെ. നമ്മളെല്ലാം പിള്ളേരായിട്ടാണ് ഈ പ്രായമായത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, പിള്ളേരെ തോളയിലോട്ട് ഇട്ടുമ്പം എന്ത് ചെയ്യുന്നറിയാമോ? ഈ കൊച്ചൻ വിഷമം മാറാനായിട്ട് നമ്മുടെ കഴുത്തെ കൂടെ കെട്ടി അങ്ങ് പിടിക്കും. നമ്മൾ ചേർത്ത് പിടിച്ച് അവൻ്റെ നട്ടപ്പുറത്ത് 2 അടി അടിക്കും. അപ്പോൾ അന്നേരം 2 അടി അമ്മ അടിച്ചു കഴിയുമ്പോൾ ഓർത്തോണം, അപ്പൻ അടിച്ചു കഴിയുമ്പോൾ അമ്മ അടിച്ചു കഴിയുമ്പോൾ ഓർത്തോണം, സ്തോത്രം, ഇവൻ്റെ വിഷമം പകുതി പോവും. അതുപോലെ മോശ പറയുകയാണ്, നിങ്ങൾ ഓർക്കണം, ഇന്നലകളിൽ നിങ്ങൾക്ക് പ്രതിസന്ധി വന്നപ്പോൾ ഒരു അപ്പൻ മകനെ വഹിക്കുന്ന പോലെ ഇതുവരെ നിങ്ങളെ വഹിച്ചുകൊണ്ട് വന്ന ഒരു ദൈവമുണ്ട്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞാൻ പ്രസംഗിക്കുന്ന യേശു കയ്യടിയിൽ ഇറങ്ങുന്ന യേശു അല്ല, ഇത് നിന്റെ ജീവിത അനുഭവമാണ്. ചിലർ ചോദിക്കത്തില്ല, എത്ര വലിയ പ്രതിബന്ധം വന്നിട്ടും നീ എന്താ കുലുങ്ങാത്തെ? ഒരിക്കലും കുലുങ്ങത്തില്ല. കാരണം എന്താണ്? ഞാൻ ഒരാളോട് പറ്റിയിരിക്കുക. കഴിഞ്ഞ ദിവസം ഞാൻ എവിടോ ദൈവവചനം പ്രസംഗിച്ച് കഴിഞ്ഞപ്പം ഞാൻ ഇരമ്യാവിലെ ഒരു വാക്യം പറഞ്ഞു, ഒരു മനുഷ്യൻ്റെ കച്ച അവൻ്റെ അരയോട് പറ്റിയിരിക്കുന്നത് പോലെ, ഹല്ലേലൂയ, നീ ദൈവത്തോട് പറ്റിയിരിക്കണം.
അപ്പോൾ എന്നോട് കർത്താവിൻ്റെ ആത്മാവ് ഒരു ദൂത് പറയാൻ നിങ്ങളോട് പറയുകയാണ്, ഇപ്പോൾ നിങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രശ്നത്തെ നിങ്ങൾ ജയിക്കാൻ പോകുകയാണ്. അടുത്തിരിക്കുന്ന ആളെ തൊട്ട് വെച്ച് പറ, ജയിക്കാൻ പോവാന്ന് പറ. ചിരിച്ചോണ്ട് പറ, ജയിക്കാൻ പോകുകയാ. രോഗത്തെ ജയിക്കാൻ പോകുകയാ. ആ വെല്ലുവിളിയെ ജയിക്കാൻ പോകുകയാ. ആർക്കും പരിഹരിക്കാൻ വയ്യാത്ത ആ ബാഡ് സിറ്റുവേഷനെ നിങ്ങൾ ജയിക്കാൻ പോകുകയാ. കാരണം എന്താണ്? നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങൾ ഒരാളോട് പറ്റിയിരിക്കുകയാണ്, നിങ്ങളെ ഒരാൾ വഹിക്കുകയാണ്. നമുക്ക് ആ ഭാഗത്തോട്ടാണ് വരേണ്ടത്. ആ ഭാഗത്ത് വന്നാണ് ഞാൻ ഇന്ന് മെസ്സേജ് അവസാനിപ്പിക്കുന്നത്. അതാ നിങ്ങളോടുള്ള ദൂത്. ഞാൻ അതിൻ്റെ ഒരു ഭാഗത്തേക്ക് നിങ്ങളുടെ മനസ്സിനെ ഒന്ന് കൊണ്ടുവരാം. ഹല്ലേലൂയ. അപ്പം ഇവിടെ ഇസ്രായേൽ മക്കളോട് മോശ പറഞ്ഞു കൊടുക്കുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾ ഓർക്കണം, ദൈവം നിങ്ങളുടെ മുമ്പിൽ നടക്കുന്നു. ഈ സ്പിരിച്വൽ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ അത് ചുമ്മാ ഒരാൾക്ക് ലീഡറാകാൻ പറ്റത്തില്ല. എന്നൊക്കെ മോശ എന്ന് പറയുന്ന ഒരൊറ്റ മനുഷ്യനാണ് 30 ലക്ഷം ജനത്തിന് കരുത്ത് പകരുന്നത്. ചെങ്കടലിന് മുമ്പിൽ വന്നപ്പോൾ അവർ പറഞ്ഞു, നമുക്ക് തിരിച്ചു പോവാം. മിസ്രൈമിൽ എന്തെല്ലാം ഉണ്ടായിരുന്നു, ചിറ്റുള്ളി, ചീരുള്ളി, ചുമന്നുള്ളി, വെള്ളരിക്ക, മത്തങ്ങ, ഇറച്ചിക്കലത്തിനടുക്കൽ ആഹാരം എല്ലാം ഉണ്ടായിരുന്നു. ഞങ്ങളെവിടെ കുഴിച്ചു മൂടാൻ കൊണ്ടുവന്നാന്നോ എന്ന് ചോദിച്ചപ്പം മോശ, എന്നാൽ പിന്നെ നമുക്ക് തിരിച്ചു പോവാം, ഏതായാലും ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം എല്ലാം, എനിക്കങ്ങ് തെറ്റിപ്പോയെന്നൊന്നും പറഞ്ഞില്ല. മോശ പറയാ, ഭയപ്പെടണ്ട, ഉറച്ചു നിൽക്ക്. യഹോവ ഇന്നും നിങ്ങൾക്ക് ചെയ്യാനിരിക്കുന്നത്. ഇന്നിവിടെ ഇരിക്കുന്ന ചിലരോട് ദൈവത്തിൻ്റെ ദൂത് ഞാൻ പറയുക, നീ പ്രശ്നത്തിൻ്റെ മുമ്പിൽ ചെന്ന് നിൽക്കുന്നെങ്കിൽ അവിടെ വിശ്വാസത്തിൻ്റെ വാക്ക് പറയണം. ഒരു ദൈവവൈദ്യൻ്റെ സ്പിരിച്വൽ ഗ്രോത്ത് എവിടാന്ന് ചോദിച്ചാൽ ലീഡർഷിപ്പ് സ്ട്രോങ് ആകണം. ഞങ്ങൾ പണ്ട് പറയാറുണ്ട്, സ്തോത്രം, പാസ്റ്റർ നിന്നുറങ്ങിയ വിശ്വാസി കിടന്നുറങ്ങും. കണ്ടോ, മിണ്ടുന്നില്ല. പാസ്റ്റർ 100 ഡിഗ്രിയെ വിശ്വാസം പറയുന്ന ആളാണെങ്കിൽ വിശ്വാസി 60 ഡിഗ്രിയെ വിശ്വാസം പറഞ്ഞുകൊണ്ട് വരും. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഞാനൊരു ആത്മീക ദൂതിലോട്ടാണ് വരുന്നത്, നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ മോശ എന്ന് പറയുന്ന ദൈവ മനുഷ്യൻ, സ്തോത്രം, ഞാൻ നിങ്ങളോടൊരു കാര്യം കൂടെ പറയാം. മോശയെ കൊണ്ട് 40 ലക്ഷത്തെ വിടിവിക്കുമ്പോൾ മോശ വിക്കനായിരുന്നു. മോശ വിക്ക് മാറ്റിയിട്ടാണോ വിടിവിച്ചത്? വിക്കനായി തന്നെ നിൽക്കുമ്പോഴാണോ വിടിവിച്ചേ? അപ്പം നിന്റെ ചില ബലഹീനത ദൈവത്തിന് വിഷയമല്ല, നാട്ടുകാർക്ക് വിഷയമാണ്. നീ പറയുമ്പോൾ ബബ്ബ പറയുന്നു, പക്ഷെ അത് നാട്ടുകാർക്ക് വിഷയമാണ്, പക്ഷെ ദൈവത്തിന് വിഷയമല്ല. ദൈവം പറഞ്ഞ നീ മാത്രം മതി. ആമീൻ പറയാൻ പറ്റുമോ നിനക്ക്? നിന്റെ ബലഹീനതയെ അവൻ അറിയുന്നു, നിന്റെ അവസ്ഥയെ അവൻ അറിയുന്നു. ഇന്ന് ഈ മെസ്സേജ് പറയുമ്പോൾ നിന്റെ ആ ബലഹീനത വെച്ചു തന്നെ. മെഡിസിൻ പഠിക്കുന്നൊരു പെങ്കൊച്ച് എൻ്റെ അടുക്ക പ്രാർത്ഥിക്കാനായിട്ട് വന്നപ്പോൾ പെങ്കൊച്ച് പറഞ്ഞു, പാസ്റ്ററെ, എനിക്ക് എക്സാം എഴുതാൻ പറ്റത്തില്ല. ഞാൻ ചോദിച്ചാൽ അതെന്നെ, പേന പിടിച്ച് എഴുതാൻ തുടങ്ങുമ്പോൾ എൻ്റെ കൈ മുഴുവൻ വെള്ളമാകും. സ്തോത്രം. പേപ്പർ മൊത്തം നനയും, പേപ്പർ കീറിപ്പോവും. സ്തോത്രം. പാസ്റ്റർ, ഇത് മാറിയില്ല, എക്സാം എഴുതത്തില്ല. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, ഞാൻ ദൈവം നിന്നോട് സംസാരിക്കുക, നീ കൈ നനഞ്ഞുകൊണ്ട് തന്നെ എഴുതത്തുള്ളൂ, അങ്ങനെ എഴുതി നീ പാസ്സാവും. സ്തോത്രം. അപ്പം ഞാൻ എന്തോ ചെയ്യണം? ഞാൻ പറഞ്ഞു, പ്രാർത്ഥിച്ചിട്ട് പറയാം. ഒരു കട്ടിയുള്ള കർച്ചീഫ് നിൻ്റെ അടുക്കൽ വെക്കണം, ഒരു ലൈൻ എഴുതി വെച്ച് നീ അതേ കൈ ഒപ്പണം, പിന്നെ എഴുതണം, പിന്നെയും കൈ ഒപ്പണം, പിന്നെ എഴുതണം, പിന്നെയും കൈ ഒപ്പണം, പിന്നെ എഴുതണം. സാറന്മാർ ചോദിച്ചാൽ പറഞ്ഞാൽ ഇങ്ങനെ കുഴപ്പമുണ്ടെന്ന്. ഗ്ലോറി. പക്ഷേ എക്സാം കഴിഞ്ഞ് അവൾ ഡോക്ടറായിട്ട് സർട്ടിഫിക്കറ്റുമായിട്ട് എൻ്റെ അടുക്കൽ വന്നവൻ പറഞ്ഞു, ഈ നനഞ്ഞ കൈ കൊണ്ട് തന്നെ ഞാൻ പാസ്സായി. കണ്ടോ, മിണ്ടുന്നില്ല. ഞാൻ നിങ്ങളോടൊരു ദൂത്, നിന്റെ വിക്ക് വെച്ച് തന്നെയാണ് വിടിവിക്കാൻ പോകുന്നത്, നിന്റെ കാലുവേദന വെച്ച് തന്നെയാണ് നിന്നെ നടത്താൻ പോകുന്നത്, യേശുവിൻ്റെ നാമത്തിൽ. പൗലോസ് പറയുകയാണ്, കർത്താവിന് സ്തോത്രം, എനിക്കൊരു ശൂലമുണ്ട്, മാറ്റി തരണം. ദൈവം പറഞ്ഞു, മാറ്റത്തില്ല. ഈ ശൂലം വെച്ചോണ്ട് നിന്നെ 14 ലേഖനം എഴുതിപ്പിക്കും. ഈ ശൂലം വെച്ചോണ്ട് നിന്നെ സ്വർഗത്തിൽ. ചിലത് മാറാൻ പ്രാർത്ഥിക്കുമല്ല, കൃപയ്ക്ക് പ്രാർത്ഥിര്. ഏതുണ്ടെങ്കിലും അതിന് കൃപയ്ക്ക് പ്രാർത്ഥിര്. ചില അവയവം ഇല്ലേലും നീ ജീവിക്കും, അത് വിശ്വാസമാണ്. ആമീൻ പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. അല്ല, നിങ്ങൾ എന്നെ ശ്രദ്ധിച്ച് കേട്ടെ. ഞാൻ പ്രസംഗിക്കുന്നത് എന്നിൽ വെളിപ്പെട്ട് നിൽക്കുന്ന വിശ്വാസ തലം വെച്ചാണ്. അപ്പോൾ മോശ എന്ന് പറയുന്ന ഇസ്രായേൽ മക്കളുടെ അടുക്കൽ മുഴുവൻ നെഗറ്റീവാണ് പറയുന്നത്. മന്ന കിട്ടിയില്ലേ പരാതി. നിങ്ങളുടെ ഒരു ഉപദേശിയെ സംബന്ധിച്ച് അയാളുടെ ഒരു പ്രശ്നം, രാവിലെ തൊട്ട് രാത്രി വരെ കേൾക്കുന്നത് മുഴുവൻ എന്തുവാ? നെഗറ്റീവാ. പരാതിയോടെ പരാതിയാണ്.
അതൊത്തില്ല, ഇതൊത്തില്ല, അങ്ങനെ ഒത്തില്ല, ക്യാൻസർ, ട്യൂമർ, തലവേദന, പല്ലുവേദന, ദൈവത്തിന് അസ്ഥിവേദന, സ്തോത്രം, ക്യാൻസർ, ഇങ്ങനെ അങ്ങ് രോഗം തന്നെയാണ്. സ്തോത്രം, ഹല്ലേലൂയ. പിന്നെ കടം, പ്രശ്നം, ആത്മഹത്യ ചെയ്യാൻ പോവുക, ചിലൊക്കെ പറയാൻ പോകുന്നത് നാളെ കൂടെ കാണത്തുള്ളൂ, നാളെ കൂടെ. പിന്നെ അവനെ ഒന്ന് പറഞ്ഞ് ബൂസ്റ്റ് ചെയ്തുകൊണ്ട് വരാൻ 5 മിനിറ്റ് വർത്തമാനം പറയുമ്പം പറയും ഇനി ഉടനെയെങ്കിലും മരിക്കത്തില്ല. അതിൻ്റെ കാര്യം എന്താ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പം എന്ത് അസുഖം ഉണ്ടെങ്കിലും നീ ജീവിക്കും, എന്ത് പ്രശ്നമുണ്ടെങ്കിലും നീ അതിനെ ജയിക്കും. അതിന് നിനക്ക് വേണ്ടത് സ്പിരിച്വൽ സ്ട്രെങ്ത് ആണ്, ആത്മീകമായ ബലം. അത് നിൻ്റെ അകത്തുണ്ടെങ്കിൽ നിനക്കെല്ലാത്തിനെ ഓവർകം ചെയ്യാൻ പറ്റും. അപ്പം മോശ ഇസ്രായേൽ മക്കളോട് പറയുക, യഹോവ ഇന്നും നിങ്ങൾക്ക് ചെയ്യാനിരിക്കുന്ന, ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ചെങ്കടൽ ഇസ്രായേലിൻ്റെ മക്കളുടെ മുമ്പിൽ വരുമായിരുന്നു, ഇസ്രായേൽ മക്കളെ ദൈവം ചെങ്കടലിന് മുമ്പിൽ കൊണ്ടുചെല്ലുമായിരുന്നു? ചിന്തിച്ചാൽ മറുപടി പറയാവൂ. ചെങ്കടൽ ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ വരുമായിരുന്നോ, അതോ ദൈവം ഇസ്രായേൽ മക്കളെ ചെങ്കടലിന് മുമ്പിൽ കൊണ്ടു നിർത്തുമായിരുന്നോ? പറ. ദൈവം ഇസ്രായേൽ മക്കളെ കൊണ്ട് നിർത്തുമായിരുന്നു. അപ്പം നിർത്തിയെങ്കിൽ ദൈവത്തിന് ആർക്കു വേണ്ടിയും ചെയ്യാത്തൊരു കാര്യം നിനക്ക് വേണ്ടി ചെയ്യാൻ ദൈവത്തിന് പ്ലാനുണ്ട്. നിന്നെ തടസ്സപ്പെടുത്താൻ ചില തടസ്സം നിന്നെ ചോദിച്ചു വന്നാൽ നീ പേടിക്കരുത്, ആ തടസ്സത്തെ നീ ഓവർകം ചെയ്യും. ഒരാമയും വരുന്നില്ല. നമ്മൾ അങ്ങോട്ട് പോയി വഴക്ക് വിലയ്ക്ക് വാങ്ങിക്കരുത്, ഇങ്ങോട്ടൊരു വഴക്ക് വന്നാൽ അത് ദൈവം ഡീൽ ചെയ്യും. ഒരാമയും വരുന്നില്ല. നീ പാർക്കുന്ന ദേശത്ത് നിനക്കൊരു എതിരാളി നിന്റെ വീടിന് അടുക്കൽ എഴുന്നേറ്റാൽ നീ മിണ്ടാതിരുന്നാൽ മതി. ബൈബിളിൽ ഒരു വാക്യമുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ചെന്നായിക്കട നടുവിൽ കുഞ്ഞാടുകളെ പോലെ നിങ്ങളെ ഞാൻ എന്ത് ചെയ്യുക, നടത്താം. ഇവിടെ 5 ദിവസം ഉപവാസം നടക്കാൻ പോവുക. സ്വതന്ത്രം തിരുവല്ലയിലെ ചെന്നായ എല്ലാം കൂടെ നാഷണൽ പെർമിറ്റ് ലോറി വിളിച്ച് കയറ്റി തമിഴ്നാട്ടിൽ കൊണ്ട് ഇറക്കാൻ പോകുന്നതല്ല. കർത്താവ് പറയുന്നത്, നീ എന്നും കുഞ്ഞാടായിരിക്കും 20 കൊല്ലം കഴിഞ്ഞാലും. പക്ഷെ നിന്നെ കടിച്ചു കീറാൻ കൊതിക്കുന്ന ചെന്നായുടെ നടുവിൽ കൂടെ തന്നെ നിന്നെ ഞാൻ നടത്തും. സിംഹമായിട്ടല്ല, കുഞ്ഞാടായി തന്നെ നടത്തും. അവൻ കടിച്ചു കീറാൻ കൊതിക്കട്ടെ, പക്ഷെ നിന്നെ തൊടുകയില്ല. കാരണം എന്താ? നിനക്ക് മുമ്പിൽ ഒരാൾ നടക്കുന്നു. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? നിനക്ക് മുമ്പിൽ ഒരാൾ നടക്കുന്നു. നിന്റെ രക്തബന്ധങ്ങൾ കൈവിട്ടാ പേടിക്കരുത്. നിനക്ക് മുമ്പിൽ യെസ്, ഓ ഹല്ലേലൂയ, ധൈര്യപ്പെട്, ധൈര്യപ്പെട്, ധൈര്യപ്പെട്. ദൈവം നിനക്ക് മുമ്പിൽ നടക്കുന്നു. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ദൈവം നിനക്ക് മുമ്പിൽ. മോശ പറഞ്ഞു, അമ്മി ഉറപ്പിക്കുക, നിങ്ങൾ പേടിക്കണ്ട. കഴിഞ്ഞ നാളുകളിൽ ദൈവം നിനക്ക് മുമ്പിൽ നടന്നതുകൊണ്ട് അമ്മി ശത്രുക്കൾ പരാജയപ്പെട്ടെങ്കിൽ ഈ വാഗ്ദത്ത നാട് നമുക്ക് ലഭിക്കും. കാരണം ദൈവം മുമ്പിൽ നടക്കുന്നു. നിങ്ങൾക്കതൊന്ന് മനസ്സിലാകണേ. സങ്കീർത്തന പുസ്തകത്തിലോട്ട് വന്നേ, 16-ാം സങ്കീർത്തനം എടുത്തേ, 8-ാമത്തെ വാക്യം സങ്കീർത്തനക്കാരൻ പറയുക, ഞാൻ യഹോവയെ എപ്പോഴും എന്റെ മുൻപിൽ വെച്ചിരിക്കുന്നു. ഞാൻ യഹോവയെ എപ്പോഴും എന്റെ മുൻപിൽ വെച്ചിരിക്കുന്നു. ഞാൻ ഇവിടെ ഇരിക്കുന്ന ചിലരോട് ആത്മിക ദൂത് പറയാം, അവിടെ കയറുന്നതിന് മുമ്പ് നിനക്ക് മുമ്പിൽ ആര് വേണം? ദൈവം വേണം. എത്ര പേർക്ക് ആമീൻ പറയാൻ പറ്റും? നിന്റെ രക്തബന്ധങ്ങളിൽ ഏറ്റവും റിച്ചായ ആളുണ്ടെങ്കിലും അതിനെക്കാട്ട് റിച്ചായ എൻ്റെ കർത്താവ്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. റോമർക്ക് പൗലോസ് ലേഖനം എഴുതുമ്പം വായിക്കണ്ട, ഞാൻ ഇവിടെ തന്നെ വരാൻ പോവുക. റോമർക്ക് പൗലോസ് ലേഖനം എഴുതുമ്പം ദൈവത്തിന് സ്വതന്ത്രം പൗലോസ്ലിഹ റോമിലെ സഭയോട് പറയുകയാണ്, യഹൂദനെന്നും യമനെന്നും വ്യത്യാസമില്ല, തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും നൽകാൻ തക്കവണ്ണം എൻ്റെ ദൈവം സമ്പന്നനാ. തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും നൽകാൻ തക്കവണ്ണം എൻ്റെ ദൈവം. നീ ലോകത്തിൽ കണ്ട ഏറ്റവും വലിയ ഫൈനാൻസർ ആരാന്നറിയാമോ? എൻ്റെ യേശുവാ. ഓ, എത്ര പേർക്ക് ആമീൻ പറയാൻ പറ്റും? നിന്റെ രക്തബന്ധങ്ങൾ നിന്റെ ബുദ്ധിമുട്ട് തീർത്ത കണക്കുണ്ട്, തമ്പുരാൻ തീർത്ത കണക്കില്ല. ഒരു ജന്മം സേവിച്ച ഹാഗർ വീട്ടിൽ നിന്ന് പോയപ്പം അബ്രഹാം കൊടുത്ത കേൾക്കണോ? തുരുത്തിക്കകത്തെ വെള്ളവാ. പക്ഷെ ദൈവം കൊടുത്ത കേൾക്കണോ? ഇന്നു വരെ വറ്റാത്ത ഉറവ. കേട്ടിട്ടുണ്ടോ? ദൈവത്തിന് സ്തോത്രം. എല്ലാ മാസവും ഇവിടുന്ന് ആൾക്കാർ മക്കേ പോവും. അവിടെ പോയിച്ച് തിരിച്ചു വരുമ്പോൾ എന്നാ കൊണ്ടുവരും? കന്നാസ് വെള്ളം. അതെന്തോ വെള്ള? ദൈവം തമ്പുരാൻ അന്ന് ഇസ്മായേലിന് തുറന്നിട്ട ഉറവയാ. ഞാനൊരു ദൂത് നിന്നോട് പറയാം, ആര് ഏത് റിച്ചായ ആള് തന്നാലും നിനക്ക് അളന്നേ തരത്തുള്ളൂ. പക്ഷെ എൻ്റെ ദൈവം തന്നാൽ ഒന്ന് ചോദിയില്ല, അളന്ന് വേണോ അളക്കാതെ വേണോ എന്ന് ചോദിയില്ല.
ഓ ജീസസ്. ഞാൻ ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം, ആര് നിന്നെ തോപ്പിക്കാൻ വന്നാലും നീ തോക്കുകയല്ല. അതിന്റെ കാരണം എന്താ? നിനക്ക് മുമ്പിൽ ദൈവം നടക്കുന്നു. വിശ്വസിക്കാൻ പറ്റുന്നവരെ സ്തോത്രം ചെയ്യാവൂ. ആരെല്ലാം നിന്നെ തീർക്കാൻ നിഗൂഢ പദ്ധതി ഇട്ടാലും, താളി ഓലകളിൽ മന്ത്രങ്ങൾ എഴുതി കുഴിച്ചിട്ടാലും, പ്രാർത്ഥിക്കുന്ന നിന്നോട് ദൂത അതിന്റെ മുകളിലൂടെ ഓ ഈ ചർച്ചിനകത്ത് ഒരു ആത്മീയ ആളി കത്തുകയാ. യേശുവിന്റെ നാമത്തില് നിന്റെ അകത്ത് അസാധാരണ ധൈര്യം. മന്ത്രവാദി അല്ല വലുത്, നിനക്ക് ചുറ്റും നിന്ന് പ്രാകുന്നവൻ അല്ല വലുത്, നിന്നെ ശപിക്കുന്നവൻ അല്ല വലുത്. നിനക്ക് മുമ്പിൽ ഒരാൾ നടക്കുന്നു, അവന്റെ പേര് സൈന്യങ്ങളുടെ യഹോവയെന്ന. ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഞാനൊരു 3-4 ദിവസമായിട്ട് ഒരു ഗ്രാമത്തിൽ പ്രസംഗിക്കാൻ പോയിക്കൊണ്ടിരിക്കുക. ഒരു ഗ്രാമത്തിൽ ഇവിടെ നിന്ന് 300 കിലോമീറ്റർ ദൂരെയാണ് പ്രസംഗിക്കാൻ പോകുന്നത്. ഇന്ന് രാത്രി ഇന്നെനിക്ക് 4 യോഗമുണ്ട്. 3 യോഗം നമ്മുടെ യോഗം, 4-മത്തെ യോഗവും 300 കിലോമീറ്റർ ദൂരെയുള്ള യോഗമാണ്. ഞാൻ ആദ്യത്തെ ദിവസം പ്രസംഗിക്കാൻ അവിടെ ചെന്നപ്പോൾ 150 പേരും CSIയിലെ അച്ഛനെയുള്ള യോഗത്തിന്. ഹല്ലേലൂയ. 2-ാം ദിവസമായപ്പോൾ 150-850 3-ാം ദിവസമായപ്പോൾ അത് 1500. ഇന്ന് എത്ര ആവും? ആ റോഡ് മുഴുവൻ ജനം കസാറയിട്ടിരിക്കുക. ഞാനൊരു ദൂത് നിന്നോട് പറയാം, വചനം കേട്ട ദേശം ചലിക്കും, വചനം കേട്ട പട്ടണങ്ങൾ ചലിക്കും. എനിക്കോ നിനക്കോ കഴിവില്ല, പക്ഷെ വചനത്തിന് ശക്തിയുണ്ട്. എനിക്കോ നിനക്കോ കഴിവിന് പരിധിയുണ്ട്, പക്ഷെ ദൈവത്തിന് ഒരു പരിമിതിയില്ല. ഇനി വചനത്തിലോട്ട് വരാം. ദൈവത്തിന് സ്തോത്രം. ശ്രദ്ധിച്ചു കേൾക്കണം. ഇച്ചിരുടെ ഗഹനമായിട്ട് ഈ ദൂതിലോട്ട് വരിക. 16-ാം സങ്കീർത്തന 8-ാം വാക്യം. ഞാൻ യഹോവയെ എപ്പോഴും എന്റെ മുൻപിൽ വെച്ചിരിക്കുന്നു, അവൻ എന്റെ വലത്തുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ യഹോവയെ എപ്പോഴും എന്റെ മുൻപിൽ വെച്ചിരിക്കുന്നു. നമുക്ക് മുമ്പിൽ ആരെ കാണണം? ദൈവത്തെ കാണണം. ഒരിക്കല് അത് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ഞാനൊരു കൊച്ചു കാര്യം പറയുമ്പോൾ മനസ്സിലാകും. മിക്കവാറും ഇന്ന് ഈ ഭാഗത്തായിരിക്കും പ്രസംഗം നിൽക്കുന്നതെന്നാണ് തോന്നുന്നത്. നോക്ക്, സമയം കിട്ടിയാൽ ആ ഭാഗത്തോട്ട് പോകാം, ഒടുവിലത്തെ ഭാഗത്തോട്ട്. അപ്പോസ്തല പ്രവൃത്തിയിൽ വായിക്കണ്ട, പറഞ്ഞങ്ങ് പോകാം. സ്തോത്രം. 2-ാം അധ്യായത്തിൽ ആ പെന്തിക്കോസ് നാളിൽ മാളിക മുറിക്കകത്ത് പരിശുദ്ധാത്മാവ് ഇറങ്ങിയത്. പരിശുദ്ധാത്മാവ് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് പ്രവൃത്തി തുടങ്ങി. അതിൽ ഏറ്റവും കൂടി തെളിഞ്ഞു നിന്ന ആൾ പത്രോസാ. 12-ാം അധ്യായത്തിലെത്തുമ്പോൾ പത്രോസിനെ പിടിച്ച് ഇരുമ്പഴിക്കകത്തിട്ടു. അതിനേക്കാൾ പ്രാർത്ഥിക്കുന്നവനോട് ഒരാളുണ്ടായിരുന്നു, അവൻ്റെ പേരായി യാക്കോബ്. അവനെ പിടിച്ച് വാളുകൊണ്ട് കൊന്നു. എന്നിട്ട് പത്രോസിനെ പിടിച്ച് ചങ്ങലയ്ക്കകത്ത് ബന്ധിച്ചിട്ടു. പക്ഷേ രാത്രി സഭ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പം ദൂതൻ അവിടെ ഇറങ്ങി. ഞാനൊരു ദൂത് നിങ്ങളോട് പറയാം, മനുഷ്യർക്കിറങ്ങാൻ പറ്റുന്നവർക്ക് മനുഷ്യരെ ഇറക്കും, ദൂതനെ ഇറക്കാൻ പറ്റുന്നത് ദൂതനെ ഇറക്കും. ഒരാമയും വരുന്നില്ല. ഇവിടെ ഇരിക്കുന്ന ചിലരോട് ഞാൻ ദൂത് പറയാം, ആർക്കും വിടുവിക്കാൻ വയ്യാത്ത കുരുക്കി നീ ചെന്ന് കയറിയാലും ദൂതനെ ഇറക്കി കുരുക്ക് പൊട്ടിക്കാൻ. ബൈബിള് വായിക്കുക, അറയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു. ദൂതൻ പത്രോസിന്റെ വിലാപ്പുറത്ത് തട്ടി, ചങ്ങല പൊട്ടി. തട്ടാനും പൊട്ടിക്കാനും ഒക്കെ ദൂതന് കഴിയും. ചിലരൊക്കെ ചോദിക്കും, ആരാധനയ്ക്ക് എൻ്റെ ഇടയ്ക്ക് എന്തോ നടക്കും? പലതും നടക്കും. ദൂതനെങ്കിൽ തട്ടും, ചിലരുടെ ചങ്ങല പൊട്ടും. എന്നിട്ട് പത്രോസിനോട് പറയുകയാണ്, വസ്ത്രം പുതച്ച് എൻ്റെ പിന്നാലെ വരാൻ പറഞ്ഞു. എൻ്റെ പിന്നാലെ വരാൻ പറഞ്ഞു. എന്തെങ്കിലും ശ്രദ്ധിച്ച് കേൾക്കണം. വസ്ത്രം പുതച്ച് എൻ്റെ പിന്നാലെ വരാൻ പറഞ്ഞു. സ്തോത്രം. എപ്പോഴും ഒരു കാര്യം പറയാം, നമ്മൾ മുമ്പിൽ പോകരുത്, നമ്മൾ പുറകിലേ നിൽക്കാവൂ. നമ്മുടെ മുമ്പിൽ ഒരാൾ പൊക്കൊണ്ടിരിക്കണം. അടുത്ത പദം നിങ്ങൾക്ക് 1-ാം കാവൽ കടന്നു, 2-ാം കാവൽ കടന്നു. ഞാൻ ഒരിക്കൽ ഒമാനിൽ ചെന്നപ്പം ഒരു സഹോദരൻ എന്നെ ഒമാനിലെ കൊട്ടാരവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഷെഫാ, പുള്ളി എന്നെ ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പം പുള്ളി എന്നോട് ഒമാനിൽ നടന്നൊരു കാര്യം പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്താ? ഒമാനിലെ സുൽത്താൻ ഒരിക്കൽ വസ്ത്രം മാറി ഒമാനിലെ ഒരു ഹോസ്പിറ്റലിൽ രാത്രി 12:30 ആയപ്പോൾ ചെന്നു. ദൈവത്തിന് സ്തോത്രം. റോയൽ ഹോസ്പിറ്റലോ അവിടെ കാണാനായിട്ട് ചെന്നു. അവിടെ ചെന്നപ്പോൾ സെക്യൂരിറ്റിയോട് പറഞ്ഞു, എനിക്ക് കയറിപ്പോണം. പറഞ്ഞു വിടത്തില്ലെന്ന് പറഞ്ഞു. എടാ, ഞാൻ സുൽത്താനാ. അന്നേരം അവൻ പറഞ്ഞു, സുൽത്താൻ വന്നാലും ഞാൻ വിടത്തില്ലെന്ന് പറഞ്ഞു. പക്ഷെ സുൽത്താനാ ചെന്നേ. സ്തോത്രം. സുൽത്താൻ തിരിച്ചുപോയി. പിറ്റേന്ന് അവനെ കൊട്ടാരത്തിൽ വെടുത്തി അവന് 40 സ്വർണം സമ്മാനം കൊടുത്തു. അതിൻ്റെ കാരണം എന്നാണെന്നറിയാം, അവനെ ഏൽപ്പിച്ച ജോലിയിൽ വിശ്വസ്തനായിരുന്നു.
ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം, നിന്നെ എങ്ങനെയൊക്കെ അകത്തുകൊണ്ട് കയറ്റിയാലും പുറത്തിറക്കാൻ ദൈവത്തിനറിയാം. ഞാൻ വീണ്ടും പറയുവാണ്, ഇസ്രായേൽ മക്കളുടെ നന്മ പിടിച്ചു വെക്കാൻ ഫറവോൻ അറിയാമെങ്കിൽ അത് റിലീസ് ചെയ്യാൻ ദൈവത്തിനറിയാം. നിന്റെ ദൈവത്തെ ഇന്ന് വിശ്വസിക്കണം, നിന്റെ ദൈവത്തെ ഇന്ന് വിശ്വസിക്കണം, നിന്റെ ദൈവത്തെ ഇന്ന് വിശ്വസിക്കണം. മാളത്തിലിരിക്കുന്ന പാമ്പിനെ കൊണ്ട് പൗലോസിന് നേരെ ചീറ്റി കയ്യെ തൂങ്ങിക്കാൻ പിശാചിന് കഴിയുമെങ്കിൽ ആ ചുറ്റ് അഴിക്കാൻ ദൈവത്തിന് കഴിയും. ഓ ഹല്ലേലൂയ. മനസ്സിലായി തുടങ്ങുന്നവർക്കായി സ്തോത്രം ചെയ്യുക. ഇന്ന് ദൂതാശീർവാദം പറയുന്നതിന് മുമ്പ് നിന്റെ അകത്ത് ധൈര്യം വേണം. ദൈവം നിനക്ക് മുമ്പിൽ പോകുന്നു. ഒന്നാം കാവല് കടന്നു, രണ്ടാം കാവല് കടന്നു. അടുത്തത് നിങ്ങൾ ശ്രദ്ധിച്ച പട്ടണത്തിലേക്കുള്ള അവർ ഒന്നാം കാവലും രണ്ടാമത്തേതെയും കടന്ന് പട്ടണത്തിൽ ചെല്ലുന്ന ഇരുമ്പ് വാതിക്കലെത്തി. അത് അവർക്ക് സ്വതവേ തുറന്നു. ചരിത്രം പറയുന്ന 2 ആനകളാണ് ഇത് അടയ്ക്കുന്നത്, പട്ടണവാതിൽ. പക്ഷെ അത് സ്വതവേ തുറന്നു. ഒരു ദൂത് പറയാം, ദൈവം നിനക്ക് മുമ്പിലുണ്ടെങ്കിൽ അടഞ്ഞടഞ്ഞു പോകുവല്ല, തുറന്നു വരും. വിശ്വാസമുണ്ടോ? ഇന്ന് നിനക്ക് മുമ്പിൽ വാതിൽ തുറന്നു വരും. രാജ്യങ്ങളുടെ വാതിൽ തുറന്നു വരും. നന്മയുടെ വാതിൽ തുറന്നു വരും. ഭാവിയുടെ കൃപ 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 കൃപ. എത്ര പേർക്ക് അത് ഏറ്റെടുക്കാൻ പറ്റും? നീ ഇന്ന് ആരാധന കഴിഞ്ഞു ചെല്ലുമ്പോൾ നന്മയുടെ കവാടങ്ങൾ തുറന്നു വരും. ഒന്നാം വാതിൽ, രണ്ടാം വാതിൽ. യെസ്, നിന്റെ കുടുംബത്തിന്റെ അവസാനം കാണാൻ വിധി പറഞ്ഞവരോട് പറ, വാതിൽ തുറന്ന് ദാവീദ് 16-ാം സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുക, ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്നു. അവൻ എൻ്റെ വലത്തുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകയില്ല. അതുകൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷിച്ച് എൻ്റെ മനസ്സാനന്ദിക്കുന്നു. എൻ്റെ ഹൃദയം സന്തോഷിച്ച് എൻ്റെ മനസ്സ് ആനന്ദിക്കും. എൻ്റെ ജഡവും നിർഭയമായി വസിക്കും. ദൈവം നിനക്ക് മുമ്പിൽ പോയാൽ നിന്റെ ഹൃദയം സന്തോഷിക്കും, നിന്റെ മനസ്സ് ആനന്ദിക്കും. മോശെ ഓർപ്പിക്കുകയാണ്, നിങ്ങളുടെ മുമ്പിൽ ദൈവം പോകുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിൽ നമുക്ക് മനസ്സിലാകുന്നൊരു ഭാഗമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം എന്നെടുത്തേ. 10-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം ശ്രദ്ധിച്ച്. ഹല്ലേലൂയ. 3-ാമത്തെ വാക്യത്തിന്റെ പകുതി മുതൽ വായിക്കണം. ആടുകളെ അവൻ പേർ ചൊല്ലി വിളിച്ച്, തന്റെ ആടുകളെ അവൻ പേർ ചൊല്ലി വിളിച്ച് പുറത്തു കൊണ്ടുപോകും. ഇടയനെ കുറിച്ച് പറയാം, ആടുകളെ പേര് ചൊല്ലി വിളിച്ച് പുറത്ത് കൊണ്ടുപോകുന്നു. ആമീൻ. ശ്രദ്ധിച്ചു കേട്ടെ. ഹല്ലേലൂയ. അമ്മേ, അടുത്തിരിക്കുന്ന ആളോടും ചോദിച്ചു, നിന്റെ പേര് എത്ര പേർക്ക് അറിയാമെന്ന് ചോദിച്ചു. ചുമ്മാ ചോദിച്ചു, നിങ്ങളുടെ പേര് എത്ര പേർക്ക് അറിയാം? നമ്മുടെ ബന്ധുക്കൾക്ക്, ഭാര്യയ്ക്കറിയാം, പിള്ളേർക്കറിയാം, പിന്നെ അടുത്ത ബന്ധുക്കൾക്കറിയാം, കൂട്ടുകാർക്കറിയാം, വാട്സാപ്പിലുള്ളവർക്കറിയാം, വേറെ ആർക്കും അറിയത്തില്ല. സ്തോത്രം. എന്നാൽ ഒരു കാര്യം, നിൻ്റെ പേര് ദൈവത്തിനറിയാം. നിൻ്റെ പേര് ഈ ദൈവം നിങ്ങളെ വിളിക്കുമ്പം ബൈബിൾ വായിക്കുന്നൊരു വാക്യമുണ്ട്, നിന്നെ ഞാൻ ഓമന പേര് ചൊല്ലി. ഒരു ദിവസം ഒരു വിളി, ഉറങ്ങാൻ കിടന്ന ഒരു വിളി, ഷൗമേലേ ഷൗമേലേ. അമ്മരോട് ഏലിയുടെ അടുക്ക് ചെന്ന്. ഏലി പറഞ്ഞു, ഞാൻ വിളിച്ചില്ല, പോയി കിടന്നുറങ്ങാൻ പറഞ്ഞു. പിന്നെ വിളിക്കുക, ഷൗമേലേ ഷൗമേലേ. പിന്നെ ഏലിയുടെ അടുക്ക് ചെന്ന്, എന്നെ വിളിച്ചോ? ഇല്ല. പിന്നെ വിളിച്ചു, ഷൗമേലേ. അല്ലാതെ അവ്യക്തമായിട്ടില്ല, വ്യക്തമായിട്ടാണ് വിളിച്ചു. 3-ാം പ്രാവശ്യം അവിടെ ചെന്നപ്പോൾ ഏലി പറഞ്ഞു, ഇനിയും വിളിക്കുമ്പം യഹോവേ അരുളി ചെയ്യണേ, അടിയൻ കേൾക്കുന്നെന്ന് പറയാൻ പറഞ്ഞു. കാര്യം ഏലിക്ക് ഇപ്പം ഇടപെടലില്ലേലും പണ്ട് ഇടപെടലുണ്ടായിരുന്നു. മിണ്ടുന്നില്ല. ഞാനും ഒരാളും കൂടെ ഒരു സ്ഥലത്ത് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പം നിൽക്കുക ഒരു സ്ഥലത്ത്. അപ്പം അയാൾ ഒരു ബിസിനസ്സുകാരനാണ്. വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പം എന്നെ കണ്ടുകൊണ്ട് ഒരാൾ ഓടി വന്നു. അയ്യോ പാസ്റ്ററെ, ഞാനൊരു സ്വപ്നം കണ്ടായിരുന്നു. എന്നിട്ട് ഇയാളുടെ കേൾക്കാൻ സ്വപ്നം പറയുക, ഞാനൊരു മതിലിൻ്റെ മുമ്പിൽ നിൽക്കുന്നു. ഈ അടുത്ത സമയത്ത് നടന്ന കാര്യം, മതിലിൻ്റെ മുമ്പിൽ നിൽക്കുന്നു. എനിക്ക് ആ മതിൽ കയറാൻ പറ്റുന്നില്ല. അപ്പം തൊട്ടപ്പുറത്തുനിന്ന് ബിസിനസ്സുകാരൻ, അയ്യോ വിശ്വാസി പോലുമല്ല, അയാൾ പറയുക, എടാ മതിൽ തടസ്സമാ. ഞാൻ പുള്ളി ചോദിച്ചു, അച്ഛൻ എങ്ങനെ അറിയാം? അതെ, ഞാൻ പണ്ട് വിശ്വാസത്തിലായിരുന്നു. ഈ ബസ്സിലൊക്കെ കയറി ആരെങ്കിലും വഴക്കുണ്ടാക്കിയാൽ വിശ്വാസിയാണ് വഴക്കുണ്ടെന്ന് പെട്ടെന്ന് അറിയാം. കാര്യം വഴക്ക് കൊടുമ്പിരി കൊള്ളുമ്പോഴും പുള്ളി അറിയാതെ, ബ്രദറെ മനസ്സിലായി, അറിയാതെ അതങ്ങ് വന്നു. ഇപ്പം നമ്മളൊരു രാഷ്ട്രീയ പ്രസംഗത്തിൽ കയറി
പറഞ്ഞുകൊണ്ടിരിക്കുക, ഇടയ്ക്ക് അറിയാതെ അങ്ങ് പ്രൈസിലോട് വരും. അതിൻ്റെ കാരണം നമുക്ക് ഇതേ ശീലമുള്ളൂ. നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പം നിങ്ങളുടെ പേര് നാട്ടുകാർക്ക് അറിയത്തില്ല, പക്ഷെ ആർക്കറിയാം? സക്കായിയെ വിളിക്കുക, സക്കായിയെ വേഗം ഇറങ്ങി വാ. ഉണ്ടോ? ഒരു ചോദ്യമേ, അടുത്തിരിക്കുന്ന നിന്റെ പേര് ദൈവത്തിന് അറിയാവുന്ന ചോദിച്ചേ. ആരുടെ പേരറിയാം? നാട്ടുകാരെ എല്ലാം അറിയത്തില്ല. പേര് ദൈവം അറിയണേ, ആദ്യം നിന്റെ പേര് സ്വർഗത്തിൽ എഴുതണം. എന്താ ചെയ്യണം? സ്വർഗത്തിൽ. ഇനി ഒന്നുകൂടെ ചോദിച്ചാൽ വിഷമിച്ചാലും വേണ്ടിയല്ല, പേര് സ്വർഗത്തിലുണ്ടോ എന്ന് ചോദിച്ചേ. ഉണ്ടോ? ബൈബിളിൽ രണ്ടിടത്ത് പേരുണ്ടെന്നാ. ഒന്ന് മണ്ണിലുണ്ട്, രണ്ട് വിണ്ണിലുണ്ട്. മണ്ണിലാണോ വിണ്ണിലാണോ എന്ന് അവരവർക്ക് അറിയത്തുള്ളൂ. പേര് സ്വർഗത്തിൽ എഴുതിയാൽ ആ പേര് കർത്താവിനറിയാം. ബൈബിളിൽ ധാരാളം പേരെ പൗലോസ് ദൈവം പേര് വിളിച്ചായിട്ട് കാണിക്കുന്നുണ്ട്. അതെല്ലാം ഞാൻ വിവരിക്കാൻ സമയം എടുക്കുന്നില്ല. ആടുകളെ അവൻ പേര് ചൊല്ലി വിളിച്ച് പുറത്തു കൊണ്ടുപോകുന്നു. നാലാം വാക്യം, തനിക്കുള്ളവയൊക്കെയും പുറത്തു കൊണ്ടുപോയ ശേഷം അവൻ അവയ്ക്ക് മുൻപായി നടക്കുന്നു. ആ ഇടയൻ ആടുകൾക്ക് മുൻപായി നടക്കുന്നു. പറയണം, ഞാനൊരു ദൂത് പറയാം. ഈ ദൈവമക്കൾ അനുഗ്രഹിക്കപ്പെടുന്നതിൻ്റെ രഹസ്യം അസൂയുള്ളവരെ കൊണ്ട് അവരെ ദുഷ്ടം പല്ലുകടിച്ച് ഉരുകുമെന്ന അസൂയപ്പെടണം. പണ്ട് ഇസഹാക്കിനെ ഒന്ന് അനുഗ്രഹിച്ചപ്പോൾ ഫെലിസ്ത്യർക്ക് അവനോട് എന്തോ തോന്നിയെന്നാ തോന്നണം. ചെറുക്കർക്കൊക്കെ നല്ലത് അസൂയ തോന്നുന്നേ. അതിൻ്റെ കാരണം ഈ ദൈവമക്കൾ അനുഗ്രഹിക്കപ്പെടുന്നതിൻ്റെ രഹസ്യം എന്നാണെന്നറിയോ? പറയാം. ആടിനൊരിക്കലും ഇവിടെ നിന്ന് അടുക്കുള്ള വഴി അറിയത്തില്ല. അറിയോ? ആടിനെ വീട്ടിൽ വളർത്തിയിട്ടുള്ളവരൊന്ന് കൈവക്കോ. നാണം കഴിവൊന്നും വേണ്ട, ഞാനല്ലേ ആദ്യം പൊക്കി പിടിച്ചത്. അത് പറഞ്ഞപ്പോൾ കൊണ്ട് മൊത്തം വരും പൊക്കി. ആടിൻ്റെ പ്രത്യേകത, ആടിന് സ്വയ തീരുമാനമില്ല. പിന്നെ ആടെങ്ങനെയാ പോകുന്നേ? ആട് എവിടെ വേണേ പോകും, പക്ഷെ മുമ്പിൽ ഇടയം പോകണം. ഇടയം പോയാൽ ഈ നമ്മുടെ വലിയ പ്രത്യേകത, നമുക്ക് മുമ്പിൽ ദൈവം പോകുന്നുണ്ട്. ദൈവം ആ തീരുമാനിക്കാൻ നമ്മൾ എതിരെ കൂടെ പോകണം. ദൈവം തീരുമാനിക്കുന്നത് കൊണ്ടാണ് ദൈവമക്കൾ അനുഗ്രഹിക്കപ്പെടുമെന്ന് ഉറപ്പായി പറയും. മിണ്ടുന്നില്ല. ഈ അനുസരിക്കാത്ത ആട് പുറകെ പോകത്തില്ല, പിന്നെ അവനെ തേടി പോകണം. അങ്ങനെയുള്ള ഒരു ആടിനെ തേടിയാ കർത്താവ് 100-1. ഈ പറഞ്ഞാൽ കേൾക്കാത്ത ആടുണ്ട്. പിന്നെ കുരുക്കി കയറുമ്പോഴാണ് ഇടയനെ തപ്പുന്നേ. അങ്ങനെ ആകരുത്. അല്ലെങ്കിൽ ആടുകൾ നോക്കിയ ആടിനെ അടിക്കുന്ന ഇടയൻ്റെ കയ്യിൽ ഇരിക്കുന്ന വടി പോത്തിനെ അടിക്കുന്ന വടിയാണോ? പറ. അതിൻ്റെ ആവശ്യമില്ല. പോത്തിനെ പൂട്ടാൻ നേരത്തെ പുറകിൽ നിന്നുകൊണ്ട് അടിക്കുന്ന അടി എന്നെ അടിയാ. ആടിനെ അടിക്കണ്ട, വടി കാണിച്ചാൽ. ഈ ആടിനെ നടത്തുന്നുണ്ട് വടിയല്ല പ്രയോഗം. ഇങ്ങനെ കാണിച്ചാൽ മൊത്തം ലൈനി വരും. ഇടയ്ക്കിടയ്ക്ക് അതുകൊണ്ടാണ് നമ്മളിങ്ങനെയൊക്കെ ഒന്ന് കാണിക്കുന്നത്. നല്ലതാന്നേ ലൈനി വരും, അല്ലേ പോവും. അങ്ങനെയുള്ളത് പോകുന്നതെന്നല്ലേന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങളാരും മിണ്ടുന്നില്ലല്ലോ. നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. തിരുവല്ല മുഴുവൻ മനുഷ്യർ കിടക്കുക. അവരെ രക്ഷിക്കപ്പെടുത്തി കൃപയെ കൊണ്ടുവരാൻ നിനക്ക് ധൈര്യം ഉണ്ടേ, പിന്നെ നീ എന്തിനാ പേടിക്കുന്നേ? ഒരാമയും വരുന്നില്ല. ഞാൻ ഇച്ചിരി ഗഹനമായിട്ട് പറയാം. ഈ ദൂതിൻ്റെ പ്രധാന ഭാഗത്തേക്ക് വരട്ടെ. തനിക്കുള്ളവയൊക്കെയും പുറത്തു കൊണ്ടുപോയ ശേഷം അവൻ അവയ്ക്ക് മുൻപായി നടക്കുന്നു. ആടുകൾ അവന്റെ ശബ്ദം അറിഞ്ഞ് അവനെ അനുഗമിക്കുന്നു. ഇടയന്റെ ശബ്ദം വചനമാ. ഇടയന്റെ ശബ്ദം വചനമാ. ഇന്നിവിടെ വന്നത് എന്തിനാ? ഇടയന്റെ ശബ്ദം അറിയാനാ. ഞാൻ എങ്ങോട്ട് പോകണം, ഞാൻ എന്തു ചെയ്യണം, അത് ഇടയൻ സംസാരിക്കും. ഗ്ലോറി ടു ഗോഡ്. അപ്പം ആ ഭാഗവും വിടുക. ഈ കോരശിനെ, ജാതീയ രാജാവായ കോരശിനെ ദൈവം ഉണർത്തിയപ്പം ഒരു കാര്യം പറഞ്ഞു. കോരശിനോട് യെശയ്യാ 45:2 പറഞ്ഞു, ഞാൻ നിനക്ക് മുമ്പിൽ ചെന്ന് ദുർഘടങ്ങളെ ദുർഘടങ്ങളെ നിരപ്പാക്കി താമ്രവാതിലുകളെ തകർത്ത്. നിന്നെ കൊണ്ടുപോകാൻ പോകുന്ന വഴിയിൽ ചില ദുർഘട അനുഭവങ്ങളുണ്ട്, ചില താമ്രവാതിലുണ്ട്.
നീ പേടിക്കണ്ട, നിനക്ക് മുമ്പിൽ അവൻ ചലിക്കും. അവൻ ചെന്നാൽ അതെല്ലാം വെട്ടിമാറ്റും. ഇന്നീ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിലരോട് ദൂത് പറയുക, നിന്റെ മുന്നേറ്റത്തിന്റെ തടസ്സം തന്നെ വഴിമാറണം. ദൈവം നിനക്ക് മുമ്പിൽ യാത്ര ചെയ്യാൻ പോകുക. അത് വിശ്വസിക്കുന്ന എത്ര പേര് ഇതിനകത്തുണ്ട്? യേശുവിന്റെ ഞാൻ നിനക്ക് മുൻപായി ചെന്ന് ദുർഘടങ്ങളെ ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ചു കളയും. ഇരുമ്പോടാമ്പലുകളെ ഞാൻ ഖണ്ഡിച്ചു കളയും. കാരണം നിന്റെ ഈ നമ്മളൊക്കെ ചില സമയത്ത് അത്ഭുതപ്പെട്ടു, അയ്യോ ആ തടസ്സം മാറിയോ. നമ്മുടെ കഴിവല്ല, ഒരാൾ മുമ്പിൽ പോയണ്ട. ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, നിന്റെ ഭാവിയുടെ തടസ്സങ്ങൾ, നിന്റെ കുടുംബത്തിൻ്റെ തടസ്സങ്ങൾ, നിന്റെ മുന്നേറ്റത്തിൻ്റെ തടസ്സങ്ങൾ, യാത്രയുടെ തടസ്സങ്ങൾ, ഉയർച്ചയുടെ തടസ്സങ്ങൾ ഇന്നത്തെ ആരാധനയിൽ വഴിമാറണം. വഴിമാറണമെങ്കിൽ യേശു നിനക്ക് മുമ്പിൽ പോകണം. ഒരാമയും പറഞ്ഞു തുടങ്ങിയാട്ട്. അപ്പം മോശ ഇസ്രായേൽ മക്കളെ പറഞ്ഞു പഠിപ്പിക്കുകയാണ്, എന്താണ്? ദൈവം നിനക്ക് മുൻപിൽ നടക്കുന്നു. രണ്ടാമത്തെ ഭാഗം പറയുകയാണ്, യഹോവ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. യഹോവ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഞാൻ ഇനിയും തുടക്കത്തിലെ ഒരു ദൂത് പറയാം. ശത്രുവിനെ വലുതായി കാണുന്നവൻ ഒത്തിരി ഭയപ്പെട്ടേ ജീവിക്കാൻ പറ്റും. കാരണം ഈ പ്രപഞ്ചത്തിൽ ഭയത്തിൻ്റെ വ്യാപാരം ഭയങ്കരമായിട്ടുണ്ട്. ഈ ഇല്ലാത്തത് കുറച്ചുകൂടെ വലിപ്പപ്പെടുത്തി പറഞ്ഞ് നമ്മളെ പേടിപ്പിക്കാൻ നോക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. പക്ഷെ നമ്മൾ പേടിക്കരുത്. ബൈബിളിൻ്റെ ഓരോ ദിവസത്തെയും വചനം ഭയപ്പെടേണ്ട എന്നുള്ള വചനമാണ്. ഒന്ന് അടുത്തിരിക്കുന്ന ആളെ തൊട്ട് പറ, ഭയപ്പെടല്ലെന്ന് പറ. ഹല്ലേലൂയ. ഭയപ്പെടരുത്. ദൈവത്തിന് സ്തോത്രം. ഈ ദാവീദിൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ വിജയം ദാവീദ് നീളം കുറഞ്ഞതൊന്നും അല്ല. വിജയം കേട്ടോ, ദാവീദ് ഒരിക്കൽ വിളിച്ചു പറയാം, യുദ്ധം യഹോവയ്ക്കുള്ളത്. യുദ്ധം ആരുടെ മുമ്പിൽ വെച്ചാ? ഗത്യനായ ഗോല്യാത്ത് എന്ന മല്ലൻ ഇസ്രായേൽ നിരയെ വെരുട്ടി ഭയപ്പെടുത്തിയിട്ടിരിക്കുമ്പോൾ പറയുക, യുദ്ധം യഹോവയ്ക്കുള്ളത്. ഇന്ന് ഈ മെസ്സേജ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചിലരോട് ദൈവം പറയാം, നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്നെ കൊണ്ട് കഴിയാത്ത കാര്യം നിനക്ക് വേണ്ടി ചെയ്യാൻ, നിന്നെ കൊണ്ട് നടക്കാത്ത കാര്യം നിനക്ക്. യെസ്, ഞാൻ ആരോടൊക്കെ പ്രവചിച്ചു പറയുക, അല്പ ദിവസത്തിനകത്ത് ചിലതിനെ നീ ജയിക്കും, ചില പോരാട്ടത്തെ ജയിക്കും. നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ. മുമ്പേ ഞാൻ പറഞ്ഞ ഭാഗത്ത് മോശയും ഇതേ പറയുന്നുണ്ട്, യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിപ്പീൻ. ഗ്ലോറി ടു ഗോഡ്. ഇന്ന് ഈ ദൂത് അവസാനിക്കുന്ന സമയത്ത് എത്ര പേർക്ക് ഉറപ്പുണ്ട് ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും? ദൈവത്തിന് സ്തോത്രം. അവരുടെ കൂടെ മാംസഭുജമേ ഉള്ളൂ, പക്ഷെ നിന്റെ കൂടെ ജീവനുള്ള ദൈവമുണ്ട്. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോടൊക്കെ പരിശുദ്ധാത്മാവ് സംസാരിക്കുക, യുദ്ധം ചെയ്യാൻ ദൈവം റെഡിയാ. നീ തോക്കാൻ പോകുമല്ല, നീ വിജയിക്കാൻ പോവുക. 2025 തോൽവിയുടെ വർഷമല്ല. നെഞ്ചത്ത് കൈവച്ച് പറ, ഞാൻ വിജയിക്കുമെന്ന് പറ. ഒന്നുകൂടെ പറ, വിജയിക്കുമെന്ന് പറ. ചിലരുടെ ശബ്ദം ഉയർത്തി പറ, ഞാൻ വിജയിക്കുമെന്ന് പറ. എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, ജനത്തോട് പറ, എനിക്ക് ചിലരെ വിജയിപ്പിക്കാൻ ആഗ്രഹമുണ്ട്. നീ തോറ്റു എന്ന് പറഞ്ഞവരുടെ നടുവിൽ നിന്റെ വിജയിപ്പോ. ഓ ഹല്ലേലൂയ. എൻ്റെ കർത്താവ് ഇതിനകത്തൂടെ ഇറങ്ങി നടക്കുകയാ. നെയിം ഓഫ് ജീസസ്. ചിലർ ഈ ദിവസങ്ങളിൽ ദൈവസ്പർശനം അനുഭവിക്കാൻ പോകുകയാ. നിന്റെ കുടുംബത്തിൻ്റെ ചരിത്രം തിരിയത്തക്ക രീതിയിൽ ഈ ദിവസങ്ങളിൽ നിനക്ക് ഫീലാകും ദൈവം നിനക്ക് മുമ്പിൽ പോകുന്നത്. ഈ ദിവസങ്ങളിൽ നിനക്ക് ഫീലാകും, യെസ്, തടസ്സങ്ങൾ മാറുന്നത്. ഈ ദിവസങ്ങളിൽ നിനക്ക് ബോധ്യപ്പെടും, യെസ്. ഹമന ദുരമന ധിരമന ഹതിരി ബിഗുഡമന അർത്ഥക പ്രവചന ബൗഷമന ഹർഷല ബഹംദര ദാന ശിതാന ഹംസന ധനാപ്രഭ. ആരുടെയൊക്കെയോ ലൈഫിൽ നിൽക്കുന്ന തടസ്സങ്ങൾ ഇന്നത്തെ പ്രാർത്ഥനയെ മാറുകയാ. നിന്റെ മുന്നേറ്റത്തെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക, പക്ഷെ ഇന്നത് റിലീസ്. യെസ്, യേശുവിൻ്റെ നീ ഇങ്ങനെ ജീവിക്കേണ്ട ആളല്ല, ഇങ്ങനെ പ്രാർത്ഥിക്കേണ്ട ആളല്ല. നിനക്കൊരു തടസ്സമുണ്ട് ഇന്നത്. യെസ്,
ചിലരുടെ ആത്മകണ്ണുകൾ ഇന്ന് തുറക്കാൻ പോവാ. നീ എഴുതിയിട്ടോ, നിന്റെ പേഴ്സണൽ ഡയറിയിൽ നിന്റെ തടസ്സങ്ങൾ ഉടനെ മാറും. നന്മ കാണിക്കത്തില്ലെന്ന് ശത്രു വാദിച്ചെങ്കിൽ ദൈവം നിനക്ക് മുമ്പിൽ യാത്ര ചെയ്യാൻ പോകുകയാ. ചില വസ്തുദോഷം, ചില ദൃഷ്ടിദോഷം, ചില പൈശാചിക ദോഷങ്ങൾ നിന്റെ കുടുംബത്തിൽ നിന്ന് കൃപ 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 കൃപ. അടുത്തിരിക്കുന്ന ആളെ നോക്കാതെ അല്പസമയം കർത്താവേ ആ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ. നിനക്കൊരു ഭാവിയുണ്ട്, നിനക്കൊരു ഫ്യൂച്ചറുണ്ട്. അത് ഇതുവരെ വെളിപ്പെട്ടിട്ടില്ല. നീ കാണാത്ത ഏതോ ഒരു കരം നിന്നെ തടസ്സം ചെയ്യുന്നു. പക്ഷെ ദൈവം യുദ്ധം ചെയ്യുന്നു. ചിലർ സ്വതന്ത്രരാകാൻ പോകുന്നു. ചിലരുടെ സ്പിരിച്വൽ ലൈഫ് ഒരു വലിയ ഡെലിവറൻസിലേക്ക് വരിക. മൈറ്റി നെയിം ഓഫ് ജീസസ്. ചിലരുടെ മേൽ ഒരു വലിയ ആത്മാവിന്റെ ശക്തി, ഒരു ഡുനാമിസ് പവർ. വലത്തും ഇടത്തും ഇരിക്കുന്നവരെ നോക്കാതെ ഈ ദൂത് കേട്ടോണ്ടിരിക്കുമ്പോൾ ലൈവിൽ കാണുന്നവർ, ഇവിടെ പ്രാർത്ഥന കൂടപ്പെട്ടവർ, ദൈവം നിനക്ക് മുമ്പിൽ ചെല്ലുന്നു. ദുർഘടങ്ങളെ വെട്ടിമാറ്റുന്നു, താമര വാതിലുകളെ തുറക്കുന്നു, ഇരുമ്പോടാമ്പലുകളെ. ഇന്ന് ചിലത് കണ്ണിച്ചു മാറ്റിയിട്ട് വേണം നിന്റെ വാതിലിന്റെ ഓടാമ്പലിനെ ഉറപ്പിച്ച് അതിനകത്ത് നിന്റെ മക്കളെ അനുഗ്രഹിക്കാൻ. Love you Father, love you Jesus. ലാഥാര ശതാന ഹംസന. ആഴമേറിയ വെളിപ്പാടുകൾ ഇവിടെ പകരുകയാണ് യേശുവിന്റെ നാമത്തിൽ. ആര് നിന്നെ ബ്ലോക്ക് ചെയ്യുന്നുണ്ടോ ആ സ്പിരിറ്റിനെ ഇന്ന് ദൈവം പൊട്ടിക്കുക. കണ്ടോ, നീ ഇവിടെ സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ വീട് ദൈവ സാന്നിധ്യത്താൽ പൊതിയപ്പെടുകയാ. നിന്റെ സന്തതി ഇരിക്കുന്ന രാജ്യത്ത് അസാധാരണ ദൈവ സാന്നിധ്യം. ജീസസ്. ചിലരുടെ ശരീരത്തെ ചുറ്റിക്കിടക്കുന്ന ചില നാഗശക്തികൾ ഇന്നത്തെ ആരാധനയിൽ മുറിവേറ്റ് എല്ലാവർക്കും ആ ഫീൽ ഇല്ല. പക്ഷേ ചിലർക്കറിയാം നിനക്ക് മുമ്പിൽ ദൈവം യാത്ര ചെയ്യുന്നു. നിനക്ക് മുമ്പിൽ ഇന്ന് നീ വീട്ടിൽ ചെല്ലുമ്പോൾ ചില അടയാളങ്ങൾ കാണട്ടെ. നീ കുടുംബത്തിൽ ചെല്ലുമ്പോൾ, ജോലി സ്ഥലത്ത് ചെല്ലുമ്പോൾ, നീ ഒറ്റയ്ക്കല്ല. നിനക്ക് മുമ്പിൽ യേശു യാത്ര ചെയ്യുന്നു. അർത്ഥന ജഗൽഖര പ്രബദ്ധന പ്രഭ. നിന്റെ പരാജയം കാണാൻ നോക്കി നിൽക്കുന്നവർ ലജ്ജിച്ച് തല താഴ്ത്തും. നിന്റെ തകർച്ച കാണാൻ നോക്കി നിൽക്കുന്നവർ ലജ്ജിച്ച് തല താഴ്ത്തും. തല ഉയർന്ന് നിൽക്കുന്ന ദൈവത്തിന് സ്തോത്രം. ഹാമാന്റെ തല മൂടാൻ സമയമായി. പ്രാർത്ഥിക്കുന്ന മൊർദെഖായി നീലവും ശുഭ്രവുമായ വസ്ത്രം ധരിച്ച് രാജതേരില് അപകൽ പ്രബദ്ധന പ്രവചല ബൗഡമന ദുരബല ഹംസല രബല ബടബല ബട. എവിടൊക്കെയോ ദൈവകൃപ വ്യാപരിച്ചുകൊണ്ടിരിക്കുക, എവിടൊക്കെയോ പരിശുദ്ധാത്മ ശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുക, എവിടൊക്കെയോ അഭിഷേകത്തിന്റെ വന്ധന മന്ധന ജൽഖമന പ്രബദ്ധന പ്രവചന ഷഗദ്ധന പ്രവചല രബദ്ധന പ്രവചല ബൗഡമന ധിബന ആർത്ഥകൾ പ്രവചന ബൗഷമന ഹംസല. അല്പനേരം ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്, അല്പനേരം ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്, അല്പനേരം ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്, അല്പനേരം കണ്ടോ ചിലരെ ദൈവം തൊടുകയാ. ലാഥാന ശദ്ധന. ചില മാരക രോഗങ്ങൾ ശരീരത്തിൽ നിന്ന് മാറിപ്പോകയാ. എന്നും നിന്നെ മരവിപ്പിച്ചോ, എന്ന് നിന്റെ കഴിവിനെ സ്റ്റക്കാക്കിച്ചോ, ഇന്നത്തെ പ്രാർത്ഥന അതിനെ റിലീസ് ചെയ്യും. ഏതെങ്കിലും ഒരു സെക്ഷനിൽ ഒരപ്പൻ മകനെ എങ്ങനെയാ വഹിക്കുന്നതെന്ന് അതാ ഇവിടെ പ്രസംഗിക്കാനായിട്ട് കൊണ്ടുവന്നേ. അവിടെ എത്താൻ പറ്റിയില്ല. ഇനി ദൂത് ഇങ്ങനെ നീണ്ടുപോയാൽ അടുത്ത ആഴ്ച പ്രസംഗിച്ചാലും എത്തത്തില്ല.
സ്തോത്രം. ഒരൊറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. മോശ പറയുക, മുമ്പിൽ നിൽക്കുന്ന ശത്രുവിൻ്റെ വലിപ്പം നീ കാര്യമാക്കരുത്. ഇന്നലകളിൽ നിനക്ക് മുമ്പിൽ ദൈവം നടന്നത് കൊണ്ടാ നീ ഇവിടെ വരെ എത്തിയത്. ദൈവം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്തത് കൊണ്ടാ നീ ജയിച്ച് വന്നത്. നിന്റെ കൂടെ പഠിച്ചവരും കൂടെ കളിച്ചു വളർന്നവരും കൂടെ പോയവരുമൊക്കെ തോറ്റു തുന്നം പാടിയപ്പോൾ ഇന്നും നീ വിജയിച്ച് നിൽക്കുവാൻ കാരണം നിനക്ക് മുമ്പിൽ ദൈവം ഉണ്ടായിരുന്നോണ്ടാ. എന്നിട്ടൊരു ഉറപ്പൂടെ തരിക. എങ്ങനെയാ നിന്നെ കൊണ്ടുവന്നെന്ന് കേൾക്കാമോ? ഒരപ്പൻ മകനെ വഹിക്കുന്ന പോലെ നിന്നെ വഹിച്ചോണ്ടാ. ഒരു മനുഷ്യൻ തന്റെ മകനെ വഹിക്കുന്നത് പോലെ നിങ്ങൾ ഈ സ്ഥലത്ത് എത്തുവോളം നടന്ന എല്ലാ വഴിയിലും. നിങ്ങൾ എന്നെ ഒരു മിനിറ്റ് ഒന്ന് ശ്രദ്ധിച്ച്. സമയം കഴിഞ്ഞു, തിരുമേശയിലേക്ക് കയറാൻ നേരമായി. പക്ഷെ ഒരു മിനിറ്റ് അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. അപ്പൻ്റെ തോളിലോട്ടൊരു മകൻ വന്ന് ഇങ്ങനെ കെട്ടിപ്പിടിക്കുമ്പോൾ അപ്പൻ്റെ കൈ കൊണ്ടും ഈ മോനെ കെട്ടിപ്പിടിക്കും. രണ്ട് ഹൃദയങ്ങൾ തമ്മിൽ പറ്റും. ആ സമയത്ത് ഏതോ ഒരു പുസ്തകത്തിൽ ഞാൻ ഓർക്കുന്നില്ല, നിങ്ങൾ ആരെങ്കിലും ആ പുസ്തകം വായിച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ പറയുമ്പോൾ അത് പറഞ്ഞു തരണം. എനിക്ക് അങ്ങനെയൊന്നും പറയുന്നതിനൊന്നും ഒരു കുഴപ്പമുള്ള ആളല്ല. ഒരു മനുഷ്യൻ നടന്നു പോവുകയാണ്. നടന്നു പോകുമ്പോൾ മനുഷ്യൻ തിരിഞ്ഞു നോക്കിയപ്പം തൻ്റെ കാൽപാദത്തിൻ്റെ പുറകെ രണ്ട് കാൽപാദം വേറെ ഉണ്ട്. തനങ്ങനെ പോയി വലിയ മുള്ളും ചള്ളയും കല്ലുകളും നിറഞ്ഞ സ്ഥലത്തെത്തിയപ്പം സ്തോത്രം, 4 കാൽപാദങ്ങൾ മാറി 2 കാൽപാദങ്ങൾ മാത്രമായി. അവിടെ നിന്നുകൊണ്ട് ആ മനുഷ്യൻ ചോദിച്ചെന്നാ ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. ഈ കല്ലും മുള്ളുമുള്ള പാതയിൽ വരുന്നതിന് മുമ്പ് എൻ്റെ പുറകെ ഫോളോ ചെയ്ത ആ 2 കാൽപാദം എവിടെ? ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. സ്തോത്രം. ആ മനുഷ്യൻ ആത്മക്കണ്ണുകളിലൂടെ കണ്ടു പറയുകയാണ്, ഇപ്പോൾ നീ കണ്ട 2 കാൽപാദം എൻ്റെയാ. ആ സമയത്ത് നിന്നെ ഞാൻ ഇങ്ങനെ എടുത്തൊക്കത്തോട്ട് വെച്ചു. ഇന്ന് പകൽ ഒറ്റപ്പെടൽ വരുമ്പോൾ ഒറ്റയ്ക്കല്ല, ഒട്ടിയിരിക്കാൻ ഒരു ഹൃദയം, ഒരു കച്ച അരയോട് പറ്റിയിരിക്കുന്ന പോലെ ദൈവത്തോട് ഒട്ടിയിരുന്നു. നമ്മൾ ഈ ചില വിഷയത്തെയൊക്കെ ജയിച്ചു കഴിയുമ്പോഴേ എനിക്ക് നിർത്താൻ മനസ്സ് വരുന്നില്ല. എനിക്ക് ഈ ഞായറാഴ്ചത്തെ പ്രശ്നം നമുക്ക് സമയത്തിന് നിർത്തില്ല, അടുത്ത യോഗത്തിൽ പ്രസംഗിക്കാൻ പറ്റത്തില്ല. പക്ഷെ നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ച്, ഒരൊറ്റ വാക്ക് ശ്രദ്ധിച്ച്. പറ്റിയിരിക്കുമ്പോൾ ഉള്ള ഒരു ഫീൽ എന്താണെന്നറിയോ? ആ കുഞ്ഞ് തൊട്ടു മുമ്പിൽ ബോംബ് പൊട്ടിയാലും അപ്പൻ്റെ കരങ്ങളിൽ ആ കുഞ്ഞ് ഭദ്രവാ. ചിലർക്ക് ചോദിക്കത്തില്ലയോ, ഇത്രയും പ്രശ്നം വന്നിട്ട് നിനക്കെന്നാ കുലുക്കമില്ലാത്ത? നീതിമാൻ കുലുങ്ങിപ്പോകാൻ അവൻ ഒരു നാളും, ഇന്ന് ഇവിടുന്ന് എഴുന്നേറ്റ് പോകുന്നതിന് മുമ്പ് നിന്നെ കെട്ടിപ്പിടിക്കുന്ന ഒരു കരമുണ്ട്. മോശ പറയുകയാണ്, നിങ്ങൾ മറക്കരുത്, കഴിഞ്ഞ നാളുകളിൽ നിന്നെ അവൻ വഹിച്ചു. നിങ്ങളുടെ ബുദ്ധി കൊണ്ടല്ല നിങ്ങൾ അവിടെ കയറാൻ പോകുന്നത്. അന്ന് വഹിച്ച ദൈവം, അന്ന് മുമ്പിൽ നടന്ന ദൈവം, അന്ന് യുദ്ധം ചെയ്ത ദൈവം. പേടിക്കണ്ട, 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 നിങ്ങൾക്ക് ആ കനാൻ നാട് തരും. എൻ്റെ വാക്കുകളെ ചുരുക്കുക, 3 പദമേ ഞാൻ പറഞ്ഞുള്ളൂ. ഒന്നാമത്തെ പദം, ദൈവം നമുക്ക് മുമ്പിൽ പോകുന്നു. 2, ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നു. 3, ഒരപ്പൻ മകനെ വഹിക്കും പോലെ എൻ്റെ ദൈവം നിങ്ങളെ വഹിക്കുന്നു. ഈ 3 ഉറപ്പ് പ്രാപിച്ചു വേണം ഇവിടുന്ന് പോകാൻ. 1000 മന്ത്രവാദികൾ നിനക്ക് മുമ്പിൽ തപസ്സിരുന്നാലും ഒരു മന്ത്രവും നിനക്കേക്കത്തില്ല. അതിൻ്റെ കാരണം എന്താണ്? നീ ഒരുവന്റെ മാറോട്
ഇതൊരു കയ്യടി ബന്ധമല്ല, ഇതൊരു അന്യഭാഷയുടെ ബന്ധമല്ല, ഇത് വെള്ളത്തിൽ മുങ്ങിയ ബന്ധമല്ല, ആർക്കും പറിച്ചെറിയാൻ പറ്റാത്ത ഒരു ഹൃദയ ബന്ധമാ.